സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റ എഴുതിയ നോവൽ കാവൽമാടം തുടരുന്നു. ടോമി സലോമിയെ കോരിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി. തടയാൻ ചെന്ന കുഞ്ഞുഞ്ഞമ്മയെ പൊന്നപ്പൻ നേരിട്ടു. അനങ്ങരുത്, കാച്ചിക്കളയും, അവൻ ഭീഷണിപ്പെടുത്തി. ടോമി സലോമിയെ കട്ടിലിൽ കിടത്തി. അവൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് കുതറി. കാമവെറി പിടിച്ച ആ മനുഷ്യമൃഗത്തിൻ്റെ മുമ്പിൽ അതൊന്നും ഫലിച്ചില്ല. ഒടുവിൽ അവൾ അവന് കീഴടങ്ങി. 10 മണിയോടെ ബംഗ്ലാവിൽ എല്ലാവരും ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. സോഫി ഉറക്കം വിളിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ വരും, അവനോടൊപ്പം ഈ രാത്രി മുഴുവൻ ചെലവഴിക്കണം, അവൻ്റെ വിരുമാറിൽ തല ചായച്ചു മയങ്ങണം, അവനെ മടിയിൽ കിടത്തി താരാട്ടി ഉറക്കണം. മണി 11 അവൾക്ക് ധൃതിയായി. ക്ലോക്കിൽ മണി 11 അടിച്ചു. സോഫി മെല്ലെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ വാതിൽ ചാരി. അവൾക്കു മാത്രമായി ഒരു കിടപ്പുമുറി ഉള്ളതിനാൽ ഒരു പ്രശ്നവുമില്ല. ആർക്കും സംശയം തോന്നിയില്ല. വെളുത്ത നേർത്ത നിലാവ്, ആകാശത്ത് അവിടവിടെ വലിയ മേഘങ്ങൾ, പാതിയടർന്ന തിരുവോസ്തി പോലെ ചന്ദ്രക്കല, കാട്ടുപൂക്കളുടെ സുഗന്ധവുമായി അവിടവിടെ കറങ്ങിയടിക്കുന്ന പൂവാലൻ കാറ്റ്. സോഫി കാട്ടുകടമ്പിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. മരത്തിൽ ചാരി ആരോ നിൽക്കുന്നത് കണ്ടു, ഒരു നിഴൽ പോലെ. സോഫി അടുത്തു ചെന്നു. റോബിച്ചനല്ലേ? അവൾ അടക്കി പിടിച്ച് ചോദിച്ചു. അതെ. സ്വരം കേട്ടത് അവൾ മുന്നോട്ട് കുതിച്ച് അവനെ ആഞ്ഞു പുണർന്നതും ഒപ്പം കഴിഞ്ഞു. അവർ നീണ്ട ചുംബനത്തിൽ മുഴുകി. റോബി അവളുടെ ചെഞ്ചുണ്ടിൽ അമർത്തി അമർത്തി ചുംബിച്ചു. രണ്ടുപേരും മരച്ചുവട്ടിലെ കരിയിലേക്ക് മീതെ ഇരുന്നു. റോബിച്ചൻ വന്നിട്ട് ഒരുപാട് നേരമായോ? 15 മിനിറ്റായി. ഞാൻ വിളിച്ചാൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്തൊരു ധൈര്യം പെണ്ണിന് രാത്രിയിൽ ഒറ്റയ്ക്കിറങ്ങി വരാൻ. എൻ്റെ റോബിച്ചിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആരെങ്കിലും കണ്ടെങ്കിലോ? ആരും കാണില്ല. വീട്ടിൽ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ എന്തു ചെയ്യും? ആർക്കും സംശയം തോന്നിയിട്ടില്ല. എന്നെങ്കിലും അപ്പനും ആങ്ങളമാരും അറിയുകയില്ലേ? അറിയട്ടെ, അപ്പോഴെന്തു ചെയ്യും? എനിക്ക് റോബിച്ചിനെ കല്യാണം കഴിച്ചു തരണമെന്ന് ഞാൻ അവരോട് പറയും. അവർ സമ്മതിക്കുകയില്ല. സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ വരുമോ? തീർച്ചയായും ഞാൻ റോബിച്ചിൻ്റെ വീട്ടിലേക്ക് വരും. നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്തണം, എന്നിട്ട് ഒന്നിച്ച് ജീവിക്കണം. അപ്പനും ആങ്ങളമാരും ഭയങ്കര ബഹളമുണ്ടാക്കും. ചിലപ്പോൾ നമ്മളെ തട്ടിക്കളഞ്ഞു നിൽക്കും. മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല. റോബിച്ചിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നാൽ എനിക്ക് സന്തോഷമേയുള്ളൂ. മരിച്ചാൽ നമുക്ക് ഒന്നിച്ച് മരിക്കണം, ജീവിച്ചാലും ഒന്നിച്ച്. എന്നെ മാത്രമേ അവർ കൊല്ലുകയുള്ളൂ. എന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എൻ്റെ ആത്മാവ് റോബിച്ചിൻ്റെ ആത്മാവിനോട് ചേരും. റോബിച്ചിനില്ലാത്ത ഭൂമിയിൽ എനിക്ക് ജീവിക്കണ്ട. ഞാനൊരു പാവപ്പെട്ടവനാ സോഫി. കൂലിപ്പണി എടുത്തിട്ട് വേണം ജീവിക്കാൻ. എനിക്ക് എൻ്റെ പെങ്ങന്മാരെ നോക്കണം, അവരെ വലിയ നിലയിലാക്കണം. രോഗിയായ എൻ്റെ അപ്പച്ചനെ നോക്കണം. അതിനെല്ലാം എൻ്റെ സഹായമുണ്ടാകും. റോബിച്ചൻ്റെ പെങ്ങന്മാരെ എൻ്റെ അനിയത്തിമാരെ പോലെ ഞാൻ നോക്കും. റോബിച്ചൻ്റെ കൂടെ കൂലിപ്പണിക്ക് ഇറങ്ങാനും എനിക്ക് മടിയില്ല. അവനവളെ ആഞ്ഞു പുണർന്നു. അവളുടെ ചുണ്ടിലും കണ്ണിലും മാറി മാറി ചുംബിച്ചു. അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. അവർ കരികിലേക്ക് മീതെ കിടന്ന് കെട്ടിപ്പിടിച്ചുരുണ്ടു. രണ്ടുപേരും വല്ലാതെ കിതച്ചു. ഇടയ്ക്കിടെ ഇക്കിളി പൂണ്ട അടക്കി പിടിച്ച് ചിരിച്ചു. കെട്ടിപ്പിടിച്ചുള്ള മറിച്ചിലിൽ ചിലപ്പോൾ റോബി മുകളിലാകും, ചിലപ്പോൾ സോഫിയാകും മുകളിൽ. മടുക്കുമ്പോൾ കുറേ നേരം അനങ്ങാതെ കിടന്ന പ്രണയമധുരമായ സംഭാഷണങ്ങളിൽ മുഴുകും. അങ്ങനെ പരസ്പരം ശരീരത്ത് കുസൃതി കാണിക്കാൻ തുടങ്ങും. വീണ്ടും കെട്ടിപ്പിടിച്ചുരുണ്ടു മറിയും. രാത്രി 2 മണിയായി. മലഞ്ചെരുവിൽ മഞ്ഞടിഞ്ഞു. തണുപ്പുകാറ്റ് നിലച്ചു. ഇലകളിൽ നിന്നും മഞ്ഞുതുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. ദൂരെ എവിടെയോ ഒരു കോഴി കൂവി. കാവൽ മാടങ്ങളിൽ നിന്നും നായ്ക്കളുടെ കുര ഉയർന്നു. പ്രേമസല്ലാപങ്ങളിൽ മുഴുകിയിരുന്ന റോബിയും സോഫിയും എഴുന്നേറ്റു. ഇനി നമുക്ക് പിരിയാം, നേരെ ഒരുപാടായി, റോബി പറഞ്ഞു. എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. നേരം വെളുക്കാറാകട്ടെ. നിലാവുണ്ടെന്ന് വെച്ച് നേരം വെളുക്കുന്നത് വരെ കട്ടാൽ തൊണ്ടി സഹിതം പിടിക്കും. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നമുക്ക് പോകാം. ഇനി എന്നാ വരിക? അടുത്ത ശനിയാഴ്ച 11 മണിക്ക്. ഞാൻ കാട്ടുകടമ്പിൻ്റെ ചുവട്ടിൽ വരും. ഞാനും വരും. അവർ ഗേറ്റിനടുത്തെത്തി. പോകാൻ നേരം റോബി അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ടോമിയും പൊന്നപ്പനും ബംഗ്ലാവിലേക്ക് മടങ്ങി വരികയായിരുന്നു. ബംഗ്ലാവിനെ സമീപിച്ചപ്പോൾ ടോമി ആ കാഴ്ച കണ്ടു. അകലെ നിഴലുകൾ പോലെ ചലിക്കുന്ന സ്ത്രീയും പുരുഷനും. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. പുരുഷൻ നടന്നകലുന്നു. പെട്ടെന്ന് മേഘത്തിൻ്റെ മറവിൽ നിന്ന് ചന്ദ്രകല പുറത്തു വന്നു. ഭൂമിയിൽ പ്രകാശം വീണു. സോഫിയെ അവൻ തിരിച്ചറിഞ്ഞു. തൻ്റെ പെങ്ങൾ. അവൻ്റെ ചോര തിളച്ചു. റോബിയെ പറഞ്ഞയച്ച ശേഷം സോഫി വളപ്പിനുള്ളിൽ കിടന്ന് കേറ്റടച്ചു. പിന്നെ തൻ്റെ മുറിയുടെ നേർക്ക് നടന്നു. അപ്പോൾ പിറകിൽ നിന്ന് ഇടിവെട്ടും പോലെ ഒരലർച്ച. എടീ! അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ ഗേറ്റിനപ്പുറത്ത് ടോമിച്ചായനും പൊന്നപ്പനും. ടോമിച്ചായൻ്റെ തോളിൽ തോക്ക്, തലയിൽ ഹെഡ്ലൈറ്റ്. നായാട്ടിന് പോയിട്ട് മടങ്ങി വന്നതാണ്. ടോമിച്ചായൻ എല്ലാം കണ്ടു കാണുമോ? റോബിച്ചിനെ തിരിച്ചറിഞ്ഞോ? അവളുടെ നെഞ്ചിൽ തീയാളി. അവൾ നടുങ്ങി വിറച്ചു നിന്നു. ടോമി അല്പം താമസിച്ചു പോയി.
അവൻ ഗേറ്റിനടുത്ത് എത്തിയപ്പോഴേക്കും റോബി സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് റോബിയെ പിടികിട്ടിയില്ല. ആരാണെന്ന് മനസ്സിലാക്കാനും പറ്റിയില്ല. ടോമി ഉടനെ പൊന്നപ്പനെ അയച്ചു. എടാ പൊന്നപ്പ, ആ പോയവൻ ആരാണെന്ന് നീ നോക്കിയിട്ട് വാ. പുറകെ വിട്ടോ, ഓട്. പൊന്നപ്പൻ റോബി പോയ വഴിക്ക് പാഞ്ഞു. ടോമി സോഫിയുടെ അടുത്തേക്ക് നീങ്ങി. കോപം കൊണ്ട് അവൻ്റെ ശരീരം പൂക്കുല പോലെ വിറച്ചു. എടി സോഫി, അവൻ അട്ടഹസിച്ചു. സോഫി നടുങ്ങിപ്പോയി. നീ എവിടെ പോയതാടി? ഞാൻ വെറുതെ നിലാവ് കാണാൻ. ഠേ, പറഞ്ഞു തീടും മുമ്പ് സോഫിയുടെ കർണക്കുറ്റിക്ക് അടി വീണു. അവളുടെ കണ്ണിൽ പൊന്നീച്ച പറന്നു. ഏതാനും നിമിഷത്തേക്ക് കണ്ണിരുണ്ടു. ഒന്നും കാണാൻ മേല. വേച്ച് വീഴാതെ നിൽക്കാൻ അവൾ പണിപ്പെട്ടു. അവൾ അടികിട്ടിയ കവിൾത്തടം പൊത്തിപ്പിടിച്ചു. രാത്രി 2:30 മണിക്ക് നീ നിലാവ് കാണാൻ ഇറങ്ങിയോ? അല്ലേടി, സത്യം പറഞ്ഞോ, നീ എവിടെ പോയതാ? സോഫി മുഖം കുനിച്ചു നിന്നു. എന്താണ് പറയേണ്ടത്? താനും റോബിച്ചിനും കൂടെ ഉള്ള പ്രേമത്തെക്കുറിച്ചോ? തുറന്നു പറഞ്ഞാലോ? തൻ്റെ കൂടെ റോബിച്ചിനാണ് ഉണ്ടായിരുന്ന ടോമിച്ചായൻ മനസ്സിലാക്കി കാണുമോ? എങ്കിൽ നുണ പറഞ്ഞിട്ട് ഫലമൊന്നുമില്ല. പറയടി തെണ്ടിച്ചി, നീ ഏതവനെ കാണാൻ പോയതാ? നേര് പറഞ്ഞോ. ഞാൻ എല്ലാം കണ്ടിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ഒരാളുമായി പറയടി. ആരാണടി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ? ആരാണെന്ന്? സോഫി മിണ്ടാതെ നിന്നു. ടോമിച്ചൻ റോബിച്ചിനെ തിരിച്ചറിഞ്ഞില്ലെന്ന് അവൾക്ക് ഉറപ്പായി. താനിപ്പോൾ റോബിയുടെ പേര് പറഞ്ഞേനെ. പറയാഞ്ഞത് ഭാഗ്യം. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു. അയാളാണ് കൂടെ ഉണ്ടായിരുന്നത്. അവൻ ആരാണെന്ന് പറയാൻ എനിക്കറിയണം. ആഹാ, തീക്കണ്ണയിൽ ഉറുമ്പരിക്കാറായോ? ആരാണെന്ന് ഞാൻ പറയില്ല. ടേ, ഒരടി കൂടി പൊട്ടി. ഇത്തവണ സോഫി വീണുപോയി. പറയടി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പറയുകയല്ല, കൊന്നാലും ഞാൻ പറയുകയല്ല. അപ്പോഴേക്കും റോബിയെ പിടിക്കാൻ പോയ പൊന്നപ്പൻ ഓടിക്കിതച്ചു വന്നു. കണ്ടില്ല കൊച്ചുമുതലാളി, അവൻ എവിടെ പോയെന്ന് കണ്ടില്ല. അല്ലെങ്കിലും നിന്നെയൊക്കെ എന്തിനു കൊള്ളാമടാ? ആന തിന്നുന്നത് പോലെ തിന്നാനല്ലാണ്ട്. ബംഗ്ലാവിലെ മുറികളിൽ വിളക്കുകൾ തെളിഞ്ഞു. ബഹളം കേട്ട് ജോണിക്കുട്ടിയും ജെയിംസും വെളിയിലേക്ക് വന്നു. പിറകെ ഒരു 5 ബാറ്ററി ടോർച്ചും തെളിച്ചുകൊണ്ട് റാഫേൽ മുതലാളി. ടോമി സോഫിയെ എടുത്തിട്ട് തല്ലുന്നതാണ് കണ്ടത്. എല്ലാവരും ഓടി വന്ന് തടസ്സം പിടിച്ചു. എന്താടാ ടോമിച്ചാ നീ കാണിക്കുന്നത്? അവളെ എന്തിനാടാ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത്? അപ്പച്ചൻ അറിയാമോ ഇവളെവിടെ പോയതാണെന്ന്? അതും രാത്രി 2 മണി നേരത്ത്. നിലാവ് കാണാൻ അവളുടെ കാമുകൻ്റെ കൂടെ. എന്താ ഞാനീ കേൾക്കുന്നത്? നേരാണോടാ ടോമിച്ച? അല്ല, നുണ. ഇവളീ പണി തുടങ്ങിയിട്ട് എത്ര നാളായി എന്ന് ആർക്കറിയാം? ഞാനിപ്പോൾ നായാട്ട് കഴിഞ്ഞ് വന്നപ്പോൾ അവളും അവനും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. കഴിവറുടെ മോള്. ഏതവൻ? അവൻ ഏതാ? ഞാൻ വന്നപ്പോഴേക്ക് അവൻ പോയി കഴിഞ്ഞു. ഇവളോട് ചോദിച്ചില്ലേ? ചോദിച്ചിട്ട് ഇവൾ പറയുന്നില്ല. ആരാടി അവൻ? പറയടി. ആപ്പൽ മുതലാളി കോപാന്ധനായി അലറി. സോഫി തറയിൽ വീണ് കിടക്കുകയായിരുന്നു. മുതലാളി അവളുടെ മുടിക്കുത്തിനും പിടിച്ച് മേലോട്ടുയർത്തി. ആരായിരുന്നടി അവൻ? പറയുകയില്ല. കൊന്നാലും ഞാൻ പറയുകയില്ല. നീ പറയില്ല അല്ലേ? റാഫേൽ മുതലാളി അവളുടെ കരണത്തടിച്ചു. അടുത്ത ഊഴം ജോണിക്കുട്ടിയുടേതായിരുന്നു. അവൻ എത്ര തല്ലിയിട്ടും അവൾ സത്യം പറഞ്ഞില്ല. ജെയിംസും കുറേ തല്ലി. എന്നിട്ടും ഫലമുണ്ടായില്ല. സോഫിയുടെ കവിൾത്തടങ്ങൾ അടിയേറ്റ് തിണർത്തു. കരുവാളിച്ചു. ചുണ്ടുകൾ പൊട്ടി ചോരയൊലിച്ചു. എന്നിട്ടും അവൾ തൻ്റെ പ്രിയപ്പെട്ടവനെ ഒറ്റിക്കൊടുത്തില്ല. ഒടുവിൽ സഹികെട്ട് അവൾ പറഞ്ഞു, എൻ്റെ അപ്പനും ആങ്ങളമാരും എത്രയെത്ര പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടികൾക്കും ഇതുപോലെ മാതാപിതാക്കളും ആങ്ങളമാരും ഉണ്ടായിരുന്നു. അവരുടെ വേദന എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അത്രയേ ഉള്ളൂ ഇതും. കല്ലറക്കന്മാരെ മറ്റു ചെറ്റകളോട് ഉപയോഗിക്കുന്നോടി മൂദേവി. ജെയിംസ് അവളെ വീണ്ടും തല്ലാൻ ചെന്നു. റാഫേൽ മുതലാളി അവനെ തടഞ്ഞു. പോട്ടടാ, ഇനി നമ്മൾ കരുതി നിന്നാൽ മതി. ഞാൻ പണ്ടേ പറഞ്ഞതാ ഇവളെ കെട്ടിച്ചു വിടണമെന്ന്. അന്നേരം അപ്പച്ചന് പൊന്നുമോളെ എന്നും കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പം മനസ്സിലായല്ലോ? ജെയിംസ് കുറ്റപ്പെടുത്തി. ഇനിയെങ്കിലും എത്രയും വേഗം അവളുടെ കല്യാണം നടത്തണം. ഒട്ടും താമസിപ്പിക്കരുത്. സോഫി വേച്ച് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പനും മക്കളും കൂടി അന്നു മുതൽ സോഫിക്ക് വേണ്ടി വിവാഹാലോചന തുടങ്ങി. 1-2 ആലോചനകൾ അവർക്കിഷ്ടമായി. സോഫി അപ്പോഴും മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞു. റോബിച്ചിനെ കാണാൻ ഒരു മാർഗവുമില്ല. അവൾ ബംഗ്ലാവിന് പുറത്തിറങ്ങിയാലുടൻ അവൾ ആരെങ്കിലും കണ്ടുപിടിക്കും. അവളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ആളുണ്ട്. റോബിച്ചനെ എങ്ങനെയെങ്കിലും വിവരമറിയിക്കണം. എങ്ങനെ അറിയിക്കും? വിശ്വസ്തരായ ആരുമില്ല വീട്ടിൽ. ജോലിക്കാരെല്ലാം ആങ്ങളമാരുടെ ചിങ്കിടികളാണ്. റോബിച്ചനെ ഒന്ന് കാണണമല്ലോ. 4-5 ദിവസമായി കണ്ടിട്ട്. എന്നും വൈകുന്നേരം പാവം കൊടുത്തോട്ടത്തിൽ കാത്തു നിന്നിട്ട് നിരാശനായി തിരിച്ചു പോകുന്നുണ്ടാകാം. റോബിച്ചൻ തന്നെ തെറ്റിദ്ധരിക്കുമോ? സ്നേഹമില്ലാഞ്ഞിട്ടാണ് കാണാൻ ചെല്ലാത്തതെന്ന് കരുതുമോ? താൻ വീട്ടുതടങ്കലിലാണെന്ന് തൻ്റെ പ്രിയപ്പെട്ടവൻ അറിയില്ലല്ലോ. ഒരു ദിവസം വൈകുന്നേരം അവൾ കൊടിത്തോട്ടത്തിൽ പോകാൻ ഉറച്ചു. അപ്പച്ചനും ജോണിക്കുട്ടിയും ജെയിംസും വീട്ടിലില്ല. അവർ ഏലക്കാട്ടിൽ പോയിരിക്കുകയാണ്. ടോമിച്ചൻ മാത്രമേയുള്ളൂ വീട്ടിൽ. ടോമിച്ചൻ എന്തോ വായിച്ചുകൊണ്ട് മുറിയിലിരിക്കുകയാണ്. സോഫി ശബ്ദമൊന്നും കേൾപ്പിക്കാതെ പുറത്തിറങ്ങി. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. അവൾ പെട്ടെന്ന് ഗേറ്റ് കടന്നു. എടീ,
പുറകിൽ നിന്നും വിളിയൊച്ച. ഞെട്ടിത്തിരിഞ്ഞപ്പോൾ ടോമിച്ചൻ. അവൻ്റെ കണ്ണുകൾ ജ്വലിക്കുന്നു. എവിടേക്കാടി മൂദേവി അന്തിനേരത്ത്? അസ്തമയം കാണാനോ? സോഫി തിരിഞ്ഞു നിന്നു. കാമുകനെ കാണാൻ ഇറങ്ങിയതാണല്ലേടി? ആരും അറിയുകയില്ലെന്ന് നീ വിചാരിച്ചു അല്ലേ? സോഫി തല കുനിച്ചു നിന്നു. കേറടി അകത്ത്. നിന്റെ രഹസ്യ എഴുന്നള്ളത്തൊന്നും ഇനി ഇവിടെ നടക്കുകയില്ല, ഓർത്തോ. അവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. മുറിയിൽ ചെന്ന് കിടക്കയിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അവളുടെ ദുഃഖം അണ പൊട്ടിയൊഴുകി. എൻ്റെ റോബിച്ച, എനിക്ക് ഗതി വന്നല്ലോ. അങ്ങയെ ഒരു നോക്ക് കാണാൻ ഞാൻ എത്ര കൊതിക്കുന്നു. എനിക്കതിന് കഴിയുന്നില്ലല്ലോ. അവൾ ആരോടൊന്നില്ലാതെ പരാതി പറഞ്ഞു. റോബിയും ഉത്കണ്ഠാകുലനായി കഴിയുകയായിരുന്നു. കുറേ ദിവസമായി സോഫിയെ കാണാനില്ല. എന്നും വൈകുന്നേരം അവൻ കൊടുത്തോട്ടത്തിന് നടുക്കുള്ള വെട്ടുവഴിയിൽ കാത്തു നിൽക്കും. സന്ധ്യ വരെ വന്നിട്ട് നിരാശനായി തിരിച്ചു പോകും. അവൻ ഉത്കണ്ഠയായി. അവളെ ആരെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുകയാണോ? അന്ന് രാത്രിയിൽ അവൾ ഇറങ്ങി വന്നത് ആരെങ്കിലും കണ്ടുപിടിച്ചോ? തങ്ങളുടെ പ്രേമത്തെക്കുറിച്ച് അവളുടെ വീട്ടുകാർ ഒരുപക്ഷെ അവൾ ദൂരെയുള്ള ഏതെങ്കിലും ബന്ധുവീട്ടിൽ പോയി കാണും. പക്ഷേ അങ്ങനെ പോകുമെങ്കിൽ തന്നോട് പറയാതിരിക്കില്ല. പെട്ടെന്നുള്ള പോക്കായിരിക്കും. റോബിക്ക് ദുഃഖമായി. അവൻ എപ്പോഴും അവളെക്കുറിച്ച് ഓർത്ത് വേദനിച്ചു. അവൻ്റെ ചുറുചുറുക്കും ചുണയും ഉത്സാഹവും മാഞ്ഞു. അവൻ സദാ മൗനമായി കാണപ്പെട്ടു. ഈ റോബിച്ചായൻ എന്തു പറ്റി? സീനയും കൊച്ചുറോസയും മാറി മാറി ചോദിച്ചു. നിനക്ക് എന്തു പറ്റി മോനെ? തോമാച്ചൻ ചോദിച്ചു. എന്താടാ റോബി, നിനക്കൊരു വല്ലായ്മ? കാട്ടിലെ കൂട്ടുകാർ അവനോട് ചോദിച്ചു. ഒന്നിനും വ്യക്തമായ മറുപടിയില്ല. എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് അവൻ മാറി. ശനിയാഴ്ച രാത്രി വന്നു. രാത്രി 11 മണിക്ക് അവൻ ബംഗ്ലാവിനടുത്ത് കാട്ടുകടമ്പിൻ്റെ ചുവട്ടിലെത്തി. ഇന്നാണ് സോഫി ഇറങ്ങി വരുന്നത്. കഴിഞ്ഞയാഴ്ച സമ്മതിച്ചതാണ്, വരാതിരിക്കില്ല. വന്നാൽ അവളെ നിരാശപ്പെടുത്തരുത്. അവളുമായി ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടണം. ആ സ്വർഗീയ സൗന്ദര്യം മതിവരുവോളം ആസ്വദിക്കണം. അവളെ ആനന്ദമൂർച്ചയിൽ ആറാടിക്കണം. റോബി അവളെയും കാത്ത് കാട്ടുകടമ്പിൻ്റെ ചോട്ടിലിരുന്നു. സോഫി ബംഗ്ലാവിലുണ്ടായിരുന്നു. അവൾ ഉറങ്ങിയിരുന്നില്ല. ഇന്ന് രാത്രി റോബിച്ചൻ കാട്ടുകടമ്പിൻ്റെ ചുവട്ടിൽ വരുമെന്ന് അവൾക്കറിയാം. നേരത്തെ പറഞ്ഞ് സമ്മതിച്ചതാണ്. അവനിപ്പോൾ വന്നു കാണും. തന്നെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരിക്കും. പക്ഷേ എങ്ങനെ ഇറങ്ങിച്ചെല്ലും? തൻ്റെ ഓരോ ചലനവും രഹസ്യമായി വീക്ഷിക്കാൻ അനേകം കണ്ണുകളുണ്ട്. പുറത്തിറങ്ങിയാൽ കണ്ടുപിടിക്കപ്പെടും. വെറുതെ റോബിച്ചിനെയും അവർ പിടികൂടും. വേണ്ട, കുറേ നേരം കാത്തു നിന്നിട്ട് അവൻ തിരിച്ചു പോയിക്കോട്ടെ. എൻ്റെ റോബിച്ച, എൻ്റെ പൊന്നെ, എനിക്ക് ഇറിവിങ്ങി വരാൻ നിവൃത്തിയില്ല. നമ്മളെ കണ്ടുപിടിക്കാൻ പല കണ്ണുകളും ഒളിച്ചു നോക്കി ഇരിപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ എന്തു ചെയ്യും? ഈ ധർമ്മസങ്കടം അങ്ങ് കാണുന്നില്ലല്ലോ. എന്നോട് ദേഷ്യപ്പെടല്ലേ, എന്നെ വെറുക്കല്ലേ. അവൾ നിശബ്ദയായി യാചിച്ചു. അവൾ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ക്ലോക്കിൽ മണി 3 അടിച്ചു. റോബിച്ചൻ അപ്പോഴും കാട്ടുകടമ്പിൻ്റെ ചുവട്ടിൽ കാത്തു നിൽപ്പുണ്ടെന്ന് സോഫിക്ക് തോന്നി. അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അവൾ വെമ്പൽ കൊണ്ടു. അവനെ കാണാൻ അവളുടെ ആത്മാവ് ദാഹിച്ചു. എൻ്റെ സോഫി മോളെ, നീ എന്താ വരാത്തത്? വരൂ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഇറങ്ങി വരൂ. അവൻ വിളിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ നാലുപാടും നോക്കി. എല്ലാവരും ഉറക്കം പിടിച്ചു കാണും. ആരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ പോയാൽ ആരും കാണുകയില്ല. രാത്രി 3 മണി വരെ ഉറക്കം വിളിച്ച് നോക്കിയിരിക്കുവാൻ ആർക്ക് കഴിയും? സോഫി മെല്ലെ വാതിൽ തുറന്ന് വെളിയിലിറങ്ങി. സോഫി കാട്ടുകടമ്പിൻ്റെ ചുവട്ടിലെത്തി. അവിടെ ഒരു ആൾരൂപം നിൽക്കുന്നത് കണ്ടു. റോബിച്ച, അവൾ അടക്കിയ സ്വരത്തിൽ വിളിച്ചു. സോഫി. റോബിയുടെ ശബ്ദം. അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ ചുവന്ന് തൊടുത്ത അദ്രത്തിൽ അമർത്തി ചുംബിച്ചു. അസ്ഥികൾ നുറുങ്ങും വിധം അവൾ അവനെ ആഞ്ഞു പുണർന്നു. ഒരാഴ്ചത്തെ വിരഹത്തിന് ശേഷമുള്ള കണ്ടുമുട്ടൽ. ആവേശം, ലഹരി, അക്ഷമ. റോബിച്ചൻ ഒരുപാട് നേരമായി വന്നിട്ട്. പിന്നെയില്ലേ, 4.5 മണിക്കൂറായി. 10:30 വന്നതാണോ? അതെ. നീ എന്തേ വരാൻ താമസിച്ചത്? വരാനൊത്തില്ല. ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയത് നന്നായി. എനിക്ക് വരാൻ മനസ്സില്ലാഞ്ഞിട്ടാണോ? ഞാൻ ഉറക്കം വിളിച്ച് കാത്തിരിക്കുകയായിരുന്നു. പിന്നെ എന്നാ പറ്റി? നിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തോട്ടത്തിലും കണ്ടില്ലല്ലോ. ഞാൻ എന്നും കുറേ നേരം കാത്തു നിൽക്കുമായിരുന്നു. നീ എന്താ വരാത്തത്? ഞാൻ വിചാരിച്ചു നിനക്ക് എന്നോടുള്ള പ്രേമം ഇല്ലാതായി കാണുമെന്ന്. നീ എന്നെ വെറുത്ത് കാണുമെന്ന്. അതുകൊണ്ടല്ല റോബിച്ച, ഞാൻ വീട്ടുതടങ്കലിലായിരുന്നു. അവരെന്നെ വീടിന് പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല. ആര്? അപ്പച്ചനും ആങ്ങളമാരും. നമ്മൾ തമ്മിലുള്ള പ്രേമം അവരറിഞ്ഞോ? റോമിച്ചൻ എന്നെ കയ്യോടെ പിടികൂടി. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ചതിന് ശേഷം പിരിഞ്ഞത് ടോമിച്ചൻ കണ്ടു. റോബിച്ചനെ പിടിക്കാൻ പുറകെ പൊന്നപ്പനെ വിട്ടു. പക്ഷേ പൊന്നപ്പന് റോബിച്ചനെ ആളെന്ന് മനസ്സിലായില്ല. അപ്പനും ആങ്ങളമാർക്കും എന്നെ മനസ്സിലായോ? ഇല്ല, ആർക്കും അറിയില്ല. സോഫിയോട് ചോദിച്ചില്ലേ? ചോദിച്ചു. എന്നെ ഒരുപാട് അടിക്കുകയും ഇടിക്കുകയും ചവിട്ടും ഒക്കെ ചെയ്തു. എന്നിട്ടും ഞാൻ റോബിച്ചൻ്റെ പേര് പറഞ്ഞു കൊടുത്തില്ല. അവൻ അവളെ വീണ്ടും ആലിംഗനം ചെയ്തു. നിന്നെ കാണാഞ്ഞ് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നോ? ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഞാൻ എന്തെല്ലാം വിചാരിച്ചു. തീയായിരുന്നു ചങ്കിൽ.
റോബിച്ചനെ ഓർത്ത് ഞാനും ഒരുപാട് വേദന തിന്നു. രാത്രിയിൽ ഉറക്കം വിളച്ചിരുന്നു പലതും ആലോചിക്കും. രാത്രിയിൽ ഇറങ്ങിയ റോബിച്ചൻ്റെ വീട്ടിൽ വരണമെന്നും പിന്നെ ഒരിക്കലും തിരിച്ചു പോരരുതെന്നും തീരുമാനിക്കും. ചിലപ്പോൾ ഓർത്തോർത്തിരുന്ന് കരയും. പുറത്തിറങ്ങിയാൽ കണ്ടുപിടിക്കും. എപ്പോഴും നോക്കാൻ ആളുണ്ട്. ആരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചാൽ ഇപ്പം തന്നെ പോകുന്നതെന്നറിയാമോ? ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? വരുമെന്ന് എനിക്ക് തീർച്ചയുണ്ടായിരുന്നു. നീ വരുമെന്ന് എനിക്കും ഉറപ്പായിരുന്നു. അതല്ലേ ഇത്ര നേരം കാത്തിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും റോബിച്ച? എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. നീ ഇറങ്ങിപ്പോകുന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല. ഞാൻ കാരണം നീ ഒരുപാട് വേദനിച്ചു. നിന്നെ അവർ തല്ലിച്ചതച്ചു അല്ലേ? അവനവളുടെ കവിളത്തും ചുമലിലും തഴുകി. പിന്നെ അവളെ ആശ്ലേഷിച്ചു. രണ്ടുപേരും ചുടുചുംബനങ്ങൾ കൈമാറി. അവരിൽ വികാരം ഉണർന്നു. അവർ കരിയിലേക്ക് മീതെ കെട്ടിപ്പിടിച്ചുരുണ്ടു. അവരുടെ കരലാളനകളേറ്റ് അവൾ പെട്ടെന്ന് വികാരവതിയായി. അവന് നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വികാരത്തിൻ്റെ കുതിര കടിജാണില്ലാതെ പാഞ്ഞു തുടങ്ങി. പെട്ടെന്ന് അവിടം പ്രകാശമാനമായി. സോഫിയും റോബിയും ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റു. ശക്തിയേറിയ 4 ടോർച്ചുകൾ അവരുടെ കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്നും പ്രകാശിച്ചു. ടോർച്ചുകൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. കിഴക്കു നിന്നും തണുത്ത കാറ്റ് വീശി. അകലെ ആകാശച്ചെരുവിൽ ഒരു നക്ഷത്രം കത്തി വീണു. റോബിയും സോഫിയും ടോർച്ചുകളുടെ വെളിച്ചത്തിൽ കുളിച്ചു കണ്ണഞ്ചി നിൽക്കുകയാണ്. റോബിച്ച, സോഫി പേടിയോടെ വിളിച്ചു. അവർ നമ്മളെ കണ്ടുപിടിച്ചല്ലോ. ദൈവമേ, ഇനി എന്തു ചെയ്യും? സാരമില്ല സോഫി, ഒരു കണക്കിനത് നന്നായി. റോബിച്ചന് ഓടിപ്പോയ്ക്കോ, ഇല്ലെങ്കിൽ വഴക്കുണ്ടാകും. ഇല്ല, നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ പോകുന്നില്ല. എൻ്റെ പൊന്ന് റോബിച്ചനല്ലേ, ദൈവത്തെ ഓർത്ത് പോ. അവരുടെ കയ്യിൽ തോക്കും കടാരയും ഒക്കെ കാണും. അതിനെനിക്ക് പേടിയൊന്നുമില്ല. അപ്പച്ചനും ആങ്ങളമാരും അത് ആരായാലെന്താ? റാഫേൽ മുതലാളിയും 3 ആൺമക്കളും കാട്ടുകടമ്പിനോടടുത്തു. സോഫി പമ്മി പതുങ്ങി ഇറങ്ങിപ്പോകുന്നത് ജെയിംസാണ് ആദ്യം കണ്ടത്. അയാൾ ശബ്ദമുണ്ടാക്കാതെ അവളെ പിന്തുടർന്നു. അവൾ കാട്ടുകടമ്പിൻ്റെ ചുവട്ടിലെത്തുന്നതും അയാൾ കണ്ടു. റോബിയുമായി സന്ധിക്കുന്നതും അയാൾ കണ്ടു. റോബിയെ ഒറ്റയ്ക്ക് നേരിടാൻ ജെയിംസിനും ഭയമായിരുന്നു. അയാൾ ഉടൻ വീട്ടിൽ ചെന്ന് അപ്പച്ചനെയും സഹോദരന്മാരെയും വിളിച്ചുണർത്തി വിവരം ധരിപ്പിച്ചു. അങ്ങനെയാണ് അവർ വന്നത്. എടി സോഫി, റാഫേൽ മുതലാളി ഗർജിച്ചു. സോഫി നടുങ്ങി വിറച്ചു. കല്ലറക്കൻ്റെ വീട്ടിലെ പെണ്ണിനെ വളയ്ക്കാനും മാത്രം വളർന്നോടാ ചെറ്റേ നീ. ജോണിക്കുട്ടി ടോർച്ചുമായി റോബിച്ചൻ്റെ നേർക്ക് കുതിച്ചു. പെട്ടെന്ന് സോഫി ഇടയിൽ കയറി നിന്നു. മാറി നില്ലടി മൂദേവി. ജോണിക്കുട്ടി അവളുടെ കർണക്കുറ്റിക്ക് ഒരടി കൊടുത്തു. സോഫി കറങ്ങി താഴെ വീണു. പെട്ടെന്ന് റോബി ജോണിക്കുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു. അവളെ തൊടരുത്. നിങ്ങൾക്ക് തല്ലണമെങ്കിൽ എന്നെ തല്ലിക്കോ. ഞാനാണ് തെറ്റുകാരൻ. അവളെ തല്ലാൻ ഞാൻ സമ്മതിക്കുകയില്ല. എൻ്റെ പെങ്ങളെ തല്ലരുതെന്ന് പറയാൻ നീ ആരാടാ? ഞാനോ? ഞാൻ അവളുടെ കാമുകൻ, അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ. പട്ടി, പോക്കൃത്തരം പറയുന്നോടാ. നീ അവളുടെ കാമുകനോ? ജെയിംസ് അലറിക്കൊണ്ട് മുന്നോട്ട് ചെന്നു. അതെ, ഞാൻ അവളുടെ കാമുകനാണ്. അവളെ ഞാൻ എൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു. അവൾ എന്നെയും. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കേട്ടോടാ ജെയിംസേ, അവൻ്റെ കൂമ്പ് നോക്കി 4 കൊട്രാ. റാഫേൽ മുതലാളി വിളിച്ചു പറഞ്ഞു. കൂമ്പും കായുമെന്ന് നോക്കി ആരും തടി ചെയ്യാനിടണ്ട. എന്നെ തൊട്ടാൽ ഞാൻ കുത്തിക്കീറും. റോബി അരയിൽ നിന്നും പിച്ചാത്തി ഊരി. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ വായുതല വെട്ടിത്തിളങ്ങി. ജോണിക്കുട്ടിയും ജെയിംസും പേടിച്ച് 2 അടി പിന്നോട്ട് മാറി. കൊച്ചു പിച്ചാത്തി കൊണ്ട് വർത്തമാനം പറയാനാണെങ്കിൽ അങ്ങനെ, അതല്ല നേരെ ചൊവ്വേ സമാധാനമായിട്ട് സംസാരിക്കാനാണെങ്കിൽ അങ്ങനെ. ഏതിന് ഞാൻ തയ്യാർ. ഏതാ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു. റോബിച്ചൻ കത്തിയുടെ വായുത്തലയിൽ വിരൽ കൊണ്ട് തടവി മൂർച്ച പരിശോധിച്ചു. ആ പന്നച്ചറ്റിയോട് സംസാരിക്കേണ്ടതാ. അവളെയും വിളിച്ചോണ്ട് വാ. അവനെ നമുക്ക് പിന്നെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം. റാഫേൽ മുതലാളി മക്കളോട് പറഞ്ഞു. എഴുന്നേറ്റ് വാടി. സോഫിയുടെ നേർ കലറി. കൊണ്ടുപോകാൻ വരട്ടെ. എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിലും കേട്ടേ പറ്റൂ, റോബി പറഞ്ഞു. തന്തയ്ക്ക് പിറക്കാഴ്ക കാണിച്ചിട്ട് ന്യായം പറയുന്നോടാ നാറി. ജോണിക്കുട്ടി ചീറി. ചുമ്മാ ചൂടാകാതെ അളിയ. നിന്റെ പെങ്ങളെ ഞാൻ കെട്ടും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ അളിയാന്ന് വിളിക്കുക. നിങ്ങൾ ബഹളമുണ്ടാക്കിയാൽ നാട്ടുകാരറിയും. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കണ്ടാൽ കല്ലറക്കന്മാർക്ക് നാണക്കേടാ. അതുകൊണ്ട് ക്ഷമയോടെ നിന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. ആരും ഒന്നും മിണ്ടിയില്ല. റോബി തുടർന്നു. ഞാനും സോഫിയും തമ്മിൽ പ്രേമമാ. പ്രേമിക്കുന്നത് തെറ്റൊന്നും അല്ലല്ലോ. കല്ലറക്കന്മാരുടെ വീട്ടിൽ കയറി പ്രേമിച്ചു എന്നതാണ് നിങ്ങൾ കാണുന്ന തെറ്റ്. നിങ്ങളുടെ അത്രയും പണം എനിക്കില്ല. അതല്ലേ പ്രശ്നം. കല്ലറക്കന്മാർക്ക് പണമുണ്ടെങ്കിൽ അതിന് പകരം എനിക്ക് മനുഷ്യത്വമുണ്ട്. ഞാൻ വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ കൊള്ളയടിക്കുകയോ പിടിച്ചു പറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കല്ലറക്കന്മാർ നോക്കിയാൽ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നന്മയും തിന്മയും വേർതിരിച്ച് നോക്കിയാൽ കല്ലറക്കന്മാരെക്കാൾ ശ്രേഷ്ഠർ ഞാനാ. നിങ്ങളുടെ പെണ്ണിനെ പോറ്റാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. പിന്നെ നല്ല വിദ്യാഭ്യാസവുമുണ്ട്. അതുകൊണ്ട് ഞാൻ കല്ലറക്കലെ പെണ്ണിനൊക്കുന്ന വിധം യോഗ്യനാ. ഒന്നെങ്കിൽ
നിങ്ങൾ അവളെ എനിക്ക് കെട്ടിച്ചു താ, അല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ പുരയിൽ പാർപ്പിക്കും. കല്ലറക്കന്മാർ ജീവനോടിരിക്കുമ്പോൾ അത് നടക്കുകയല്ലടാ, ടോമി വിളിച്ചു പറഞ്ഞു. നിന്റെ തന്ത മറുപടി പറയട്ടെടാ. നിന്നെപ്പോലെ ചെറ്റയ്ക്ക് ഞാൻ എൻ്റെ മകളെ തരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. കല്ലറക്കന്മാരുടെ പന്നിവേലിക്കകത്ത് കയറാനുള്ള യോഗ്യത പോലും നിനക്കില്ലടാ. പണം മാത്രമല്ല, പാരമ്പര്യവും തറവാടുത്തവും ഉള്ളവരാ കല്ലറക്കന്മാർ. നാട്ടിലും കാട്ടിലും ഉണ്ടടാ അവർക്ക് പേരും പെരുമയും. അറിയാമോ നിനക്ക്? അറിയാം. കാട്ടിൽ കാട് കൊള്ളയടിച്ചതിൻ്റെ പെരുമ, നാട്ടിൽ പാവങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് അവരുടെ ചോരയൂറ്റി കുടിച്ച് തടിച്ചു വീർക്കുന്നതിൻ്റെ പെരുമ. അവനോട് തർക്കിക്കാൻ നിൽക്കാതെ ചെന്ന് അവളെ പിടിച്ചുകൊണ്ട് വരുന്നടാ, റാഫേൽ മുതലാളി ആക്രോശിച്ചു. എഴുന്നേറ്റു വാടി ഇവിടെ, ജോണിക്കുട്ടി ദേഷ്യത്തോടെ വിളിച്ചു. സോഫി എഴുന്നേറ്റു. അടിയേറ്റ് കരുവാളിച്ച കവിൾത്തടം തടവിക്കൊണ്ട് അവൾ പറഞ്ഞു, പോട്ടെ റോബിച്ച, നിന്നെ ആ ചെന്നായ്ക്കളോടൊപ്പം ഇടാൻ എനിക്ക് പേടിയാ. എല്ലാവരും കൂടെ കടിച്ചു കീറും. എന്നെ അവർ കൊന്നോട്ടെ. എന്നാലും ഞാൻ റോബിച്ചനെ തള്ളിപ്പറയുകയല്ല. അവർ നിന്നെ ദേഹോദ്രവം ഏൽപ്പിക്കുകയല്ലേ സോഫി? അതൊന്നും സാരമില്ല. എൻ്റെ റോബിച്ചിന് വേണ്ടിയിട്ട് എന്ത് സഹിക്കാൻ ഞാൻ ഒരുക്കുക. ഇനി എന്നാ നമ്മൾ തമ്മിൽ കാണുന്നത്? ഉടനെ പറ്റുകയില്ല. അവരെന്നെ മുറിക്കകത്ത് പൂട്ടിയിടും. പക്ഷേ എന്നെങ്കിലും നമ്മൾ തമ്മിൽ കാണും. റോബിച്ചിനിൽ നിന്നും എന്നെ അകറ്റാൻ ലോകത്ത് ഒരു ശക്തിക്ക് സാധ്യമല്ല. ഇവിടെ വാടി. ജെയിംസ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. കല്ലറക്കൽ റാഫേലിൻ്റെ മോളെ നീ ഇനി നിൻ്റെ ജീവിതത്തിൽ കാണുകയല്ലടാ, ജോണിക്കുട്ടി വിളിച്ചു പറഞ്ഞു. റോബിച്ചൻ ധൈര്യമായിരുന്നു. ഈ ലോകത്ത് എങ്ങോട്ട് മാറ്റിയാലും ഞാനെൻ്റെ റോബിച്ചനെ തേടി വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കണം. എന്നെങ്കിലും നമ്മൾ തമ്മിൽ ഒന്നിക്കും. കല്ലറക്കന്മാർ അവളെ പിടിച്ചു വലിച്ചു കൊണ്ട് പോകുന്നത് റോബി ദുഃഖത്തോടെ നോക്കി നിന്നു. അവൻ്റെ ഹൃദയം വേദനിച്ചു. അവരവളെ മർദ്ദിച്ച് അവശയാക്കും. എങ്ങോട്ടെങ്കിലും നാട് കടത്തും. തനിക്ക് എന്ത് ചെയ്യാനൊക്കും? എങ്ങനെ തൻ്റെ പ്രിയസഖിയെ രക്ഷിക്കും? അവൾ തനിക്ക് വേണ്ടി എന്തെല്ലാം വേദനകൾ സഹിക്കണം. ഇനി എന്നാണ് തൻ്റെ പ്രിയപ്പെട്ടവളെ കാണാനൊക്കുന്നത്? റോബി ബംഗ്ലാവിൻ്റെ നേർക്ക് നോക്കി കാട്ടുകടമ്പിൻ്റെ ചുവട്ടിലെ ഇരുട്ടിൽ നിന്നു. മരച്ചില്ലകളെ അടിച്ചുലച്ചുകൊണ്ട് കിഴക്കൻ കാറ്റാഞ്ഞു വീശി. നക്ഷത്രങ്ങൾ മിക്കതും പൊലിഞ്ഞു. ആകാശം കറുത്തു കിടന്നു. വീടുകളിൽ നിന്നും പുലർച്ചെ കോഴി കൂവി തുടങ്ങി. റോബി വിഷണ്ണനായി വീട്ടിലേക്ക് മടങ്ങി. സോഫിയയും കൊണ്ട് വീട്ടിൽ ചെന്ന് റാഫേലും മക്കളും അവളെ മുറിക്കകത്തിട്ട് കണ്ടമാനം മർദ്ദിച്ചു. അവളുടെ 2 കവിളും അടിച്ചു പൊട്ടിച്ചു. ആങ്ങളമാർ തങ്ങാളാലാവുന്നതുപോലെ ഇടിയും ചവിട്ടും കൊടുത്തു. അവളുടെ കാല് 2 തല്ലിയൊടിച്ചേരെ. ഇനി മേലിൽ എഴുന്നേറ്റ് നടക്കരുത്, ടോമി ക്രുദ്ധനായി ആക്രോശിച്ചു. വേണ്ട, കാലും കയ്യും തല്ലിയൊടിക്കണ്ട. പിന്നെ അവൾ നമുക്കൊരു ഭാരമാകും, ജെയിംസ് പറഞ്ഞു. തല്ലും ചവിട്ടും എല്ലാം ഏറ്റിട്ടും സോഫി ഒരക്ഷരം മിണ്ടിയില്ല. ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിയുമില്ല. റോബിച്ചിനോട് തനിക്കുള്ള സ്നേഹത്തെ പ്രതിയാണല്ലോ ഇതെല്ലാം സഹിക്കേണ്ടി വരുന്നതെന്നോർത്തപ്പോൾ അവൾക്ക് മനക്കരുത്ത് കൂടി. സോഫിക്ക് ആനന്ദമായിരുന്നു. സ്നേഹത്തിൻ്റെ പീഡാനുഭവം അവൾക്ക് ത്യാഗത്തിൻ്റെ അനുഭൂതി നൽകി. മർദ്ദനമേറ്റ് അവശയായി അവൾ നിലത്തു വീണു. എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കുഴഞ്ഞു കിടന്നു. തീർന്നോ? അവൾ അപ്പനോടും ആങ്ങളമാരോടും ചോദിച്ചു. എന്തിനാ നിർത്തിയത്? ഒടിക്കാവുന്നതൊക്കെയും തല്ലി ഒടിക്ക്. കൈയും കാലും തലയും ഒക്കെ തല്ലി തകർക്ക്. അതൊക്കെ എളുപ്പമാ. പക്ഷേ ഞാനും റോബിച്ചനും തമ്മിലുള്ള സ്നേഹം തല്ലി തകർക്കാൻ നിങ്ങളല്ല 100,000 പേര് നോക്കിയാൽ സാധിക്കുകയില്ല. മുറിക്കകത്തിട്ട് അടച്ചു പൂട്ടടാ, റാഫേൽ മുതലാളി മക്കളോട് കൽപ്പിച്ചു. മക്കൾ അവളെ മുറിയിലിട്ട് അടച്ചു പൂട്ടി. ഇനി അവൾക്ക് പുറത്തു പോകാൻ മാർഗമില്ല. ആരും അവൾക്ക് പച്ചവെള്ളം കൊടുത്തു പോകരുത്. പട്ടിണി കിടക്കട്ടെ. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. മർദ്ദനത്തിൻ്റെ തളർച്ചയിൽ അവൾ മയങ്ങി. റാഫേൽ മുതലാളി പിറ്റേ ദിവസം അവൾക്ക് തിന്നാനോ കുടിക്കാനോ ഒന്നും കൊടുത്തില്ല. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല. 3 ദിവസം അവരവളെ പട്ടിണിക്കിട്ടു. സോഫി തീരെ അവശയായി. ആദ്യത്തെ 2 ദിവസവും അവൾ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിക്കിടന്നു. റോബിച്ചൻ വൈകുന്നേരം റാണി സിറ്റിയിൽ പോകുന്നതും മടങ്ങിപ്പോകുന്നതും കാണാം. അവൻ വരുമ്പോഴും പോകുമ്പോഴും കല്ലറയ്ക്കലെ വീടിന് നേർക്ക് നോക്കും. താൻ ഇവിടെയുണ്ടോ എന്ന് നോക്കുകയാണ്. തന്നെ കാണാതെ നിരാശയോടെ പോകുമ്പോൾ പാവം തോന്നും. സങ്കടം കൊണ്ട് കരഞ്ഞു പോകും. തന്നെ അവർ മുറിയിലിട്ട് പൂട്ടി പട്ടിണിക്കിട്ടിരിക്കുകയാണെന്ന് റോബിച്ചൻ അറിയില്ലല്ലോ. റോബിച്ചൻ റാണി സിറ്റിയിൽ വരുന്നത് കാണുന്നതാണ് ഒരേ ഒരു ആശ്വാസം. ഇവർ എത്ര നാൾ തന്നെ പട്ടിണിക്കിട്ടാലും താൻ റോബിച്ചനെ ഉപേക്ഷിക്കുകയില്ല. തല പൊങ്ങുന്നില്ല. കണ്ണിലിരുട്ട്. മരിച്ചു പോകുമെന്ന് തോന്നി. വൈകുന്നേരമായപ്പോൾ റോബിച്ചൻ റാണി സിറ്റിയിൽ നിന്ന് വരുന്നത് കാണാൻ വേണ്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും പക്ഷേ സാധിച്ചില്ല. അവൾ അനങ്ങാതെ കിടന്നു. 4-ാം ദിവസം രാവിലെ റാഫേൽ മുതലാളിയും ആൺമക്കളും വാതിൽ തുറന്നു. സോഫി വാടിക്കുഴഞ്ഞു കിടക്കുന്നു. കൺപോളകൾ ഉയർത്തി നോക്കാൻ പോലും വയ്യ. നിനക്കവനെ മറക്കാമോടി? റാഫേൽ മുതലാളി ചോദിച്ചു. ഇല്ല, മറക്കില്ല, തളർന്ന സ്വരത്തിൽ അവൾ മന്ത്രിച്ചു.
ഇനി എന്തു ചെയ്യും? റാഫേൽ മുതലാളിയും ആൺമക്കളും കൂടി ആലോചിച്ചു. നമുക്കിവിടെ പേരപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താം, കാഞ്ഞിരപ്പള്ളിയിൽ, ടോമി പറഞ്ഞു. ശരിയാ, അവൾ അവിടെ നിൽക്കട്ടെ കുറേ കാലം. അതിനിടയ്ക്ക് നമുക്ക് മറ്റവനെ തട്ടാം. പിന്നെ ഒന്നും പേടിക്കാനില്ല. റാഫേൽ മുതലാളി ശരിവെച്ചു. അന്ന് തന്നെ അവർ സോഫിയെ ജീപ്പിൽ കയറ്റി കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. റാഫേൽ മുതലാളിയുടെ ചേട്ടൻ്റെ വീട് അവിടെയാണ്. അയാൾക്കവിടെ ഒരു റബ്ബർ തോട്ടമുണ്ട്, റബ്ബർ കടയുമുണ്ട്. ഒരു കൊച്ചു റബ്ബർ മുതലാളിയാണ് അയാൾ. റാഫേൽ മുതലാളി സോഫിയെ ആൻ്റണിച്ചായൻ്റെ വീട്ടിലെത്തിച്ചു. സോഫിയുടെ കോലം കണ്ട ആൻ്റണിച്ചായൻ്റെ വീട്ടുകാരും ഞെട്ടി. ഒരു പട്ടിണി പ്രേതം, ദേഹം മുഴുവൻ മർദ്ദനത്തിൻ്റെ കരുവാളിച്ച ക്ഷതങ്ങൾ. റാഫേൽ മുതലാളി സഹോദരനോട് എല്ലാ കാര്യവും വിസ്തരിച്ചു പറഞ്ഞു. റോബിയുമായുള്ള പ്രേമകഥയെല്ലാം കേട്ടുകഴിഞ്ഞു ആൻ്റണിച്ചായൻ പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ? എന്നാൽ അവൾ ഇവിടെ നിന്നോട്ടെ. പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ കല്യാണം ആലോചിക്കാം. അക്കാര്യം ഞാൻ ഏറ്റു. പിറ്റേ ദിവസം റാഫേൽ മുതലാളിയും മക്കളും 5 കണ്ടത്തിലേക്ക് ജീപ്പിൽ തിരിച്ചു പോന്നു. ആൻ്റണിച്ചായൻ സോഫിയോട് നയത്തിൽ പെരുമാറി. അവൾക്ക് ഭക്ഷണവും മരുന്നും കൊടുത്തു. സ്നേഹപൂർവ്വം ഉപദേശിച്ചു. അവൾ കണ്ണു വെട്ടിച്ച് ചാടിപ്പോകാതിരിക്കാൻ നോക്കാൻ ആളെയും ഏർപ്പെടുത്തി. 2 ആഴ്ചക്കകം സോഫി ഒന്ന് മിനുങ്ങി. മർദ്ദനത്തിൻ്റെ പാടുകൾ മാഞ്ഞു. മെലിഞ്ഞ ശരീരം ഒന്ന് തടിച്ചു. പക്ഷേ അവളുടെ പ്രസരിപ്പ് മാത്രം വീണ്ടു കിട്ടിയില്ല. അവൾ എപ്പോഴും ദുഃഖിതയായി കാണപ്പെട്ടു. ആരോടും ഒന്നും മിണ്ടാറില്ല. ആൻ്റണിച്ചായൻ സോഫിക്ക് പറ്റിയ ഒരു വിവാഹാലോചന കൊണ്ടുവന്നു. ഒരു റബ്ബർ കൃഷിക്കാരൻ്റെ മകനാണ്. ഇഷ്ടം പോലെ ഭൂസ്വത്ത്. ആൻ്റണിച്ചായൻ ചെറുക്കൻ്റെ ഗുണഗണങ്ങൾ സോഫിയെ വർണ്ണിച്ച് കേൾപ്പിച്ചു. പേരപ്പൻ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കണ്ട, അവൾ പറഞ്ഞു. പക്ഷേ ആൻ്റണിച്ചായൻ വിവാഹാലോചനയുമായി മുന്നോട്ട് പോയി. കല്യാണക്കാര്യം റാഫേൽ മുതലാളിയെ അറിയിച്ചു. റാഫേൽ മുതലാളിയും മക്കളും എത്തി. അവർ ചെറുക്കൻ കൂട്ടരുടെ ചുറ്റുപാടുകൾ അന്വേഷിച്ച് തൃപ്തിപ്പെട്ടു. പെണ്ണ് കാണലിന് ഒരു ദിവസവും നിശ്ചയിച്ചു. നിശ്ചയിച്ച ദിവസം ചെറുക്കൻ കൂട്ടരും എത്തി. ആൻ്റണിച്ചായൻ അവരെ സ്വീകരിച്ചിരുത്തി. റാഫേൽ മുതലാളിയെയും ആൺമക്കളെയും ചെറുക്കൻ കൂട്ടർക്ക് പരിചയപ്പെടുത്തി. പിന്നെ കാപ്പി സൽക്കാരം. ഒടുവിൽ പെണ്ണ് കാണലിന് സമയമായി. സോഫി നമ്രമുഖിയായി ഒരു താലത്തിൽ കാപ്പിയുമായി വന്നു. ചെറുക്കനും കൂട്ടരും അവളെ ചുഴിഞ്ഞു നോക്കി. അവൾ എല്ലാവർക്കും കാപ്പി കൊടുത്തു. ചെറുക്കൻ കൂട്ടർ ചില ചോദ്യങ്ങൾ അവളോട് ചോദിച്ചു. പിന്നെ ആൻ്റണിച്ചായൻ പറഞ്ഞു, ചെറുക്കനും പെണ്ണും തന്നെ സംസാരിക്കട്ടെ. അവർക്ക് പലതും ചോദിക്കാനും പറയാനും കാണും. അത് ശരിയാ. ചെറുക്കൻ സോഫിയോട് പഠിപ്പിനെക്കുറിച്ചും മറ്റും ചോദിച്ചു. അവൾ എല്ലാത്തിനും മറുപടി പറഞ്ഞു. എനിക്ക് സോഫിയെ ഇഷ്ടമായി. സോഫിക്കോ? എനിക്കിഷ്ടമല്ല. റോബിച്ചിനെ ഒഴികെ വേറൊരു പുരുഷനെയും എനിക്കിഷ്ടമല്ല, സോഫി തുറന്നടിച്ചു. ചെറുക്കൻ വിളറി. മുറിയുടെ ജനാലയ്ക്കൽ നിന്ന് ഇത് കേട്ട കല്ലർക്കന്മാർ സ്തബ്ധരായി. സോഫിയെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ പെട്ടെന്ന് തൻ്റെ കൂടെ വന്നവരെ വിളിച്ചു. സോഫി മുറി വിട്ടു പോയി കഴിഞ്ഞിരുന്നു. മഞ്ഞളിച്ച മുഖത്തോടെ ആൻ്റണിച്ചായനും റാഫേൽ മുതലാളിയും മുറിയിലേക്ക് വന്നു. ചെറുക്കൻ കോപം കൊണ്ട് ജ്വലിച്ചു. എന്നെ അപമാനിക്കാനാണോടോ വിളിച്ചു വരുത്തിയത്? റാസ്കൽ, അവൻ അലറി. ആൻ്റണിച്ചായൻ സമാധാനം പറയാൻ ചെന്നു. എൻ്റെ പൊന്നു ചെറിയാനേ, ഒരബദ്ധം പറ്റിയതാ. എന്തോന്നബദ്ധം? വല്ലവനെയും പ്രേമിച്ച് നടക്കുന്ന പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതാണോ അബദ്ധം? ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. താനൊരു മനുഷ്യനല്ലേ? എന്നിട്ട് ഇതേപോലത്തെ പോക്കൃത്തരം കാണിക്കാൻ കൊള്ളാവോ? വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കുക. നോക്കിക്കോ. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ വാറ്റുപുരയ്ക്കൽ PC ചെറിയാനല്ല. ചെറുക്കൻ കൂട്ട് ക്ഷോഭിച്ചിറങ്ങിപ്പോയി. ആൻ്റണിച്ചായൻ അകത്തേക്ക് തിരിഞ്ഞ് വിളിച്ചു. സോഫി! കുനിഞ്ഞ മുഖത്തോടെ അവൾ ഇറങ്ങി വന്നു. വന്നയുടൻ റാഫേൽ മുതലാളി അവളുടെ ചെവിട് നോക്കി ആഞ്ഞൊരടിയടിച്ചു. സോഫി കറങ്ങി താഴെ വീണു. എടി കുരുത്തം കെട്ടവളെ! അവളെ ചവിട്ടാൻ അയാൾ കാലുയർത്തി. ചവിട്ടരുത് റാഫേലേ! ആൻ്റണിച്ചായൻ തടഞ്ഞു. ഇല്ല ചേട്ടാ, ഒറ്റ ചവിട്ടിന് ഇവളെ ഞാൻ. അനിയ, മാറി നിൽക്ക്. ഇവളെ തല്ലിയിട്ടും ചവിട്ടിയിട്ടും കാര്യമില്ല. അവളും നമ്മുടെ മുഖത്ത് കരിവാരി തേച്ചില്ലേ, അത് അവൾ തന്നെ കഴുകിക്കളയും, നോക്കിക്കോ. ആൻ്റണിച്ചായൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മുറിയിൽ കൊണ്ടുപോയി. മോളെ, നീ കാണിച്ചത് ഭയങ്കര തെറ്റായിപ്പോയി. ചെറുക്കനെയും കൂട്ടരെ അവമാനിക്കുകയല്ലേ ചെയ്തത്? ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? അയാൾ എന്നോട് ചോദിച്ചു ഇഷ്ടമുണ്ടോയെന്ന്. എനിക്ക് റോബിച്ചിനെ മാത്രമേ ഇഷ്ടമുള്ളെന്ന് പറഞ്ഞു. അത് തെറ്റാണോ? ഞാൻ സത്യമല്ലേ പറഞ്ഞുള്ളൂ. റോബിച്ചിൻ്റെ കാര്യം നീ പറയരുതായിരുന്നു. എനിക്കതേ പറയാനുള്ളൂ. മോളെ, നമ്മൾ നമ്മുടെ നിലയും വിലയും നോക്കണം. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കന്നുകാലികളെ തീറ്റാനുള്ള യോഗ്യതയല്ലേ അവനുള്ളൂ. നമ്മൾ ചെയ്യുന്ന ക്രൂരതയും ദുഷ്ടതയും വെച്ച് നോക്കുമ്പോൾ ജയിലിൽ കിടക്കാനുള്ള യോഗ്യതയല്ലേ നമുക്കുള്ളൂ. അതിനേക്കാൾ എത്രയോ ഭേദമാ റോബിച്ചൻ. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ആൻ്റണിച്ചായൻ എഴുന്നേറ്റു. റോബിയുമായുള്ള കല്യാണം നടക്കുകയില്ല ഒരിക്കലും. നീ കരുതിക്കോ. പേരപ്പനും കരുതിക്കോ. റോബിച്ചനല്ലാതെ വേറാരും എൻ്റെ കഴുത്തിൽ താലി കെട്ടുകയില്ല. ആൻ്റണിച്ചായൻ സോഫിയുടെ എതിർപ്പ് വകവയ്ക്കാതെ വേറെ വിവാഹാലോചന തുടങ്ങി. ഇത്തവണ കരുതി കൂട്ടിയായിരുന്നു നീക്കം. പെണ്ണ് കാണൽ സൂത്രത്തിൽ നടത്തി.
ചെറുക്കന് ഒരു സ്നേഹിതനും കൂടി ഒരു ദിവസം വീട്ടിൽ വന്നു. അവർ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ സോഫിയെ കാണാൻ അവസരം കിട്ടി. ആരണിച്ചായൻ അവളെ ചെറുക്കന് പരിചയപ്പെടുത്തി. എൻ്റെ അനിയൻ്റെ മകളാ, പേര് സോഫി, BA കാരിയാ. പിന്നെ സോഫിക്ക് ചെറുക്കനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇവൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാ, പേര് പോൾസൺ, MSc കാരനാ, ഇപ്പോൾ ബിസിനസ്. ഹലോ, സോഫി വിഷ് ചെയ്തു. ഹലോ, പോൾസൺ തല കുനിച്ചു. സൂത്രത്തിൽ പെണ്ണ് കാണൽ നടത്തുകയായിരുന്നു.